ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ജീവൻ്റെ മൊഴിയെ അറിയിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഓരോ ദിവസത്തെയും സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഓരോ ദിവസത്തെയും സന്ദേശങ്ങൾ നിങ്ങളെ പണിയുന്നു എന്ന് നിങ്ങൾ അറിയിക്കുന്നതിൽ, നിങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയും എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ മേലും പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നും അവൻ്റെ ഉത്തരവാദിത്വങ്ങളിലൊന്നും കൂടെയാണ്. എനിക്ക് അഭിഷേകം കുറച്ചേ ഉള്ളൂ, അയാൾക്ക് അഭിഷേകം കൂടുതലുണ്ട് എന്ന് പറയുന്നതിലല്ല. എന്നിൽ അഭിഷേകമുണ്ട്, അത് ചെറുതോ വലുതോ കൂടിയതോ കുറഞ്ഞതോ എന്നുള്ളതല്ല. ആ അഭിഷേകത്തെ തിരിച്ചറിയുക, എന്നിൽ അഭിഷേകമുണ്ട് എന്ന് മനസ്സിലാക്കുക, ആ അഭിഷേകത്തെ ഉപയോഗിക്കുക, അഭിഷേകത്തെ വ്യാപാരം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പാർട്ടാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലും. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് അഭിഷേകം കുറച്ചല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അഭിഷേകം ഇല്ല, എനിക്കിതുവരെ അഭിഷേകം കിട്ടിയിട്ടില്ല, ഞാൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾക്കകത്ത് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വചന സന്ദേശം, ഒരു 15-20 മിനിറ്റ്. അത്രയും സമയം നിങ്ങൾ കർത്താവിന് വേണ്ടി, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുമെങ്കിൽ വലിയൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. സെക്കറിയാവിൻ്റെ പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, നമുക്ക് 6 മുതൽ 9 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. സെക്കറിയാവിൻ്റെ പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. ബാബേൽ പ്രവാസത്തിനു ശേഷം യോശുവയെയും സെരുബ്ബാബേലിനെയും യഹൂദ രാജ്യത്തിന്റെയും ആലയത്തിന്റെയും പുനഃസ്ഥാപനത്തിന്, പുതുക്കിപ്പണിയലിന്, യഥാസ്ഥാപനത്തിന് വേണ്ടി ദൈവം നിയോഗിക്കുന്നതും അവരെ ആ കർമ്മത്തിന് വേണ്ടി ബലപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും ഉറപ്പിക്കുന്നതും അതിനാധാരമായി ദൈവത്തിൻ്റെ അഭിഷേകം സെരുബ്ബാബേലിൻ്റെയും യോശുവയുടെയും ഒക്കെ മേലുണ്ട് എന്നുമൊക്കെ ദൈവം വെളിപ്പെടുത്തുന്ന, സെക്കറിയാവിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് വായിച്ചു കേട്ടത്. ആലയത്തിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടി കല്ലിട്ടപ്പോൾ ഇത് പണിയത്തില്ല, ഇത് പൂർത്തീകരിക്കത്തില്ല, ഇത് പൂർത്തിയാകാൻ അനുവദിക്കത്തില്ല എന്ന് മനുഷ്യൻ ഭീഷണി മുഴക്കുകയും എതിര് നിൽക്കുകയും പണി മുമ്പോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുകയും പണിക്ക് തടസ്സം വരുത്തുകയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ആരോപണങ്ങൾ ഉണ്ടാക്കുകയും സമയത്തെ മെനക്കെടുത്തുകയും ഒക്കെ ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് തിരുവെഴുത്തിൽ, പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ്
അറിയിക്കുന്നൊരു അരുളപ്പാട് ഇവിടെ ഉണ്ട്. കൃപ കൃപ എന്ന ആണിക്കല്ല് കയറ്റുക യേശുവിൻ്റെ നാമത്തിൽ. ഈ സന്ദേശം മാന്യസുഹൃത്തേ, നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച ചില കാര്യങ്ങൾക്കകത്ത് കാലതാമസം വരുന്നുണ്ടോ, മുടങ്ങിക്കിടക്കുന്നുണ്ടോ, പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ടോ, തുടങ്ങിയ മേനിക്ക് കിടക്കുന്നുണ്ടോ, അവിടുന്ന് പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയുന്നില്ലയോ? ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ കൃപ ചിലതിനെ തകർത്ത് മുന്നേറാൻ തക്കവണ്ണം നിന്നെ ബലപ്പെടുത്താൻ പോവാ. ഇവിടെ പണി ഒരല്പം പോലും മുമ്പോട്ട് പോകാത്തത്, ഇവിടെ യഹൂദ രാജ്യത്തിന് ഒരു ഡെവലപ്മെന്റ് വരാൻ അനുവദിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം ചില ഭീഷണി ശബ്ദങ്ങളാണ്. ശത്രുവിന്റെ ചില ആരോപണങ്ങളും വാഗ്വാദങ്ങളും ശബ്ദങ്ങളും എതിർപ്പുകളുമാണ്. ഓ ഹല്ലേലൂയ! അഭിഷേകമില്ലാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ടല്ല, സമർപ്പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അടുത്തൊരു ഘട്ടത്തിലേക്ക് വിളിച്ചൊരു വിളിക്കൊത്തവണ്ണം അടുത്തൊരു ഘട്ടത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ അവസ്ഥകൾ. പക്ഷേ അവിടെ യോശുവയെയും സെരുബ്ബാബേലിനെയും ബലപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നതിനെ നീ വിലയെടുക്കാവുള്ളൂ. ദൈവ ശബ്ദം നിന്നോട് അറിയിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ആമേൻ പറയാവുള്ളൂ. ശത്രു പറയും നീ പണിയത്തില്ല, പിശാച് പറയും നീ പ്രാർത്ഥിക്കത്തില്ല, സാത്താൻ പറയും നിന്നെ വിട്ടുകൊടുക്കത്തില്ല, നീ എന്റേതാണ്. പക്ഷേ ദൈവാത്മാവ് നിന്റെ അകത്തിരുന്ന് നിന്നോട് തന്നെ സാക്ഷ്യം പറയുന്നു, നീ ദൈവത്തിനുള്ളതാണ്. ആമേൻ. നെഹമ്യാവ് ആലയപ്പണിക്ക് വേണ്ടി ഇറങ്ങിയപ്പോ നെഹമ്യാവിനെയും മുടക്കിക്കളയാൻ, വേല മെനക്കെടുത്താൻ, പണിയെ തടയാൻ, ആലയപ്പണി യെരൂശലേമിന്റെ മതിൽ പണിയാതിരിക്കാൻ ഒത്തിരി പോരാട്ടങ്ങൾ സൻബല്ലത്തിലൂടെയും തോബിയാവിലൂടെയും ഗേശമേരിലൂടെയും ഒക്കെ ഉണ്ടായി. അവിടെ ഈ നെഹമ്യാവിനെ ബലപ്പെടുത്തിയത് ദൈവത്തിന്റെ അഭിഷേകമാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ളത് എനിക്ക് കൊച്ചഭിഷേകമേ ഉള്ളൂ, എനിക്ക് വലിയ അങ്ങനെ ഒരു അഭിഷേകം ബൈബിളിൽ ഇല്ല. കൊച്ചഭിഷേകം, വലിയ അഭിഷേകം, അങ്ങനെ ഒരു അഭിഷേകം ബൈബിളിൽ ഇല്ല. എനിക്ക് അഭിഷേകമേ ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അപ്പൊ നിങ്ങളുടെ മേൽ എന്തൊക്കെയോ അഭിഷേകങ്ങളുണ്ട്. പ്രാർത്ഥിക്കാനുള്ളതാണോ? ദാനധർമ്മം ചെയ്യാനുള്ളതാണോ? ഒരാളെ ബലപ്പെടുത്താനുള്ളതാണോ? നന്മ ചെയ്യാനുള്ളതാണോ? എന്തൊക്കെയോ അഭിഷേകം നമ്മുടെ മേലുണ്ട്. അഭിഷേകം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കാനൊക്കത്തുള്ളൂ. ഇവിടെ ഒരു വിഡ്രോവൽ സിൻഡ്രോം കാണുകയാണ്. ആക്ച്വലി ഇവിടെ സെരുബ്ബാബേൽ ഭയപ്പെട്ട് നിൽക്കുക, ചെയ്യണോ വേണ്ടേ, എന്താ ചെയ്യുക? പക്ഷേ ദൈവം പറയുന്നൊരു വാക്യം നോക്കിയേ, നിങ്ങൾ 6-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. ദൈവം എപ്പോഴും ഒരു മനുഷ്യനോട് സംസാരിക്കാൻ തയ്യാറാണ്. ഓ മൈറ്റി ഫാദർ, ദൈവം എപ്പോഴും നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് ആ ഒരു ലിസണിങ് എബിലിറ്റി അല്ലെങ്കിൽ ലിസണിങ് കപ്പാസിറ്റി ഇല്ലാതെ പോണതാണ് കാരണം. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിലേക്ക് ചെവി ഫോക്കസ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ ശബ്ദങ്ങളെ ഛേദിച്ച് കളയുമെന്നുള്ള വാശിയിൽ എനിക്കെതിരായിട്ട് എന്താ പറയുന്നത്, എന്നെ കുറ്റപ്പെടുത്തി എന്താ പറയുന്നത്, എന്നെ തരം താഴ്ത്തി എന്താ പറയുന്നത്, എന്നോട് എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും അതിനെ ഖണ്ഡിക്കും. ഞാൻ ഖണ്ഡിക്കും, എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി അതിന് തയ്യാറായിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ മന്ദസ്വരം നമ്മൾ കേൾക്കുന്നില്ല, ഇമ്പസ്വരം നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ ഇവിടെ വചനം പറയുന്നു നോക്കിയേ, യഹോവയ്ക്ക് സെരുബ്ബാബേലിനോടുള്ള അരുളപ്പാടാണിത്. ഓ മൈറ്റി ഫാദർ, ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുക, നിന്നോടുള്ള അരുളപ്പാടാണിത്. നിനക്ക് ചിലത് ചെയ്തെടുക്കാൻ തക്കവണ്ണം ദൈവം കൃപ തന്നിട്ടുണ്ട്.
ചിലത് പൂർത്തീകരിക്കാൻ തക്കവണ്ണമുള്ളൊരു കൃപ തന്നിട്ടുണ്ട്. ചിലതിനെ തകർത്ത് മുന്നേറാനുള്ള കൃപ തന്നിട്ടുണ്ട്. നീ അത് കണ്ടെത്തരുതെന്നുള്ളതാണ് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സ്പിരിറ്റിന്റെ ഉദ്ദേശം. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മോനെ, നീ കൂട്ടായ്മ ആചരിക്കരുതെന്നുള്ളതാണ് ചിലരുടെ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ ആവശ്യം. നീ വചനം കേൾക്കല്ല, നീ വചനത്തിന് ചെവി കൊടുക്കരുത്, നീ വചനത്തിന് ആമേൻ പറയരുത്, നീ നാളെയും ഈ കൂട്ടായ്മ കയറരുത്. ഓ ഹല്ലേലൂയ. അഭിഷേകം നിന്നെ പണിതെടുക്കും, ദൈവശബ്ദം നിന്നെ പണിതെടുക്കും. അപ്പൊ അതിന് നിന്നെ വിട്ടു കൊടുക്കത്തില്ലെന്നുള്ളൊരു വാദം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളേ, നമ്മിൽ തന്നെയാണുള്ളേ. അഭിഷേകം നമ്മിൽ തന്നെയാണുള്ളതെന്ന് പറയുന്ന പോലെ ഈ ദൈവത്തിന്റെ ശബ്ദങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു വാദം നമ്മുടെ ഉള്ളിൽ ഇരുന്ന് തന്നെ സംസാരിക്കുന്നു. നമ്മളതിനെ ചിലപ്പോൾ ജഡം എന്നൊക്കെ പറയും. ഈ ജഡം ആക്ട് ചെയ്തു തുടങ്ങുന്നത് ജഡത്തെ ജീവിപ്പിക്കുന്ന സ്പിരിറ്റ് നമ്മൾ കയറുന്നുണ്ടാ. തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുതേ. ജഡത്തെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റിനെ യൂസ് ചെയ്യാൻ ഡീമണിന് കഴിയത്തില്ല. അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ വിൽക്കണം ഡീമണിന്. ദൈവത്തിൽ അല്പം പോലും വിശ്വാസമില്ല. നമ്മുടെ സ്പിരിറ്റിനെ ഡീമൺ എടുക്കുന്ന രീതിയിൽ നമ്മൾ അത്രയും മലീമസപ്പെടണം. പക്ഷെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഭാവനകളെ, നമ്മുടെ മനസ്സിന്റെ തലങ്ങളെയൊക്കെ എടുക്കാൻ ഡീമണിന് കഴിയും. ആ ഒരു അനുഭവം വന്നു പോയാൽ പിന്നെ അഭിഷേകത്തിന് അവിടെ, അല്ലെങ്കിൽ അഭിഷേകത്തെ നമ്മൾ അത്രത്തോളം ഫോക്കസ് ചെയ്യുന്നില്ല, അഭിഷേകത്തെ നമ്മൾ ക്യാരി ചെയ്യുന്നില്ല, അഭിഷേകത്തെ നമ്മൾ കെയർ ചെയ്യുന്നില്ല, ഗാർഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡീമൺ നമ്മളെ യൂസ് ചെയ്യും. ഇവിടെ ദൈവശബ്ദങ്ങൾ ഇറങ്ങുന്നത് എന്തിനാന്ന് ചോദിച്ച് ബലപ്പെടുത്താനാണ്. ഇന്ന് ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പേര് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്നെ കാണുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്ന് വരെ ചിന്തിക്കുന്ന തരത്തിൽ ഒത്തിരി പേര് എന്നെ കാണുന്നുണ്ട്. അല്ലെ, പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ, ഫാസ്റ്റ് ചെയ്തിട്ടൊന്നും നടന്നില്ലല്ലോ, ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ, ചേർച്ചിൽ പോയിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന ഒത്തിരി പേര് എന്നെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഈ സെരുബ്ബാബേലിനോട് പറഞ്ഞ പോലെ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിതെന്ന് പറഞ്ഞതുപോലെ കർത്താവാരോടൊക്കെ പറയുക, സംസാരിക്കുകയാണ്. അരുളപ്പാടാണിത്. നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്തൊരു രഹബോത്ത് വെളിപ്പെടാൻ ദൈവത്തിന്റെ അരുളപ്പാടാണിത്. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ രഹബോത്ത് വെളിപ്പെടാൻ പോകുകയാ നമുക്ക് വേണ്ടി. In the of Jesus. ശ്രദ്ധിച്ചേ, യഹോവയുടെ അരുളപ്പാട് പറയുന്ന, ദൈവത്തിന്റെ ശബ്ദം പറയുന്നത് എന്താ? യഹോവയുടെ അരുളപ്പാട് പറയുന്നത് എന്താ? സെരുബ്ബാബേലേ, നീ ചിലത് തുടങ്ങി വെച്ചവനാ. ഹല്ലേലൂയ. നീ ചിലത് തുടങ്ങി വെച്ചവനാ. ഇവിടെ യോശുവയോടും പറയുക, സെരുബ്ബാബേലിന് അടിസ്ഥാനമിട്ട ഒരിടമുണ്ട്. നിന്നെ ദൈവം തുടങ്ങിച്ച ചില സ്ഥലങ്ങളുണ്ട്, നിന്നെ ദൈവം പണിതെടുത്ത ചില സ്ഥലങ്ങളുണ്ട്, നിന്നെ ദൈവം കണ്ട ചില സ്പോട്ടുകളുണ്ട്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിക്കരുത്. നിന്നെ ദൈവം തെരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളുണ്ട്, നിന്നെ ദൈവം നിറച്ച ചില സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ട് തൊട്ട ചില സ്ഥലങ്ങളുണ്ട്. മറന്നു പോവല്ലേ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കരുത്. ദൈവശബ്ദത്തിൽ ആരംഭിച്ചിട്ട് മനുഷ്യ ശബ്ദങ്ങളിൽ നീ ഒതുക്കപ്പെടരുത്. പരിശുദ്ധാത്മാവാരോടൊക്കെ സംസാരിക്കുക. നിന്നോട് ദൈവം പറഞ്ഞ് നിന്നിലൂടെ ദൈവം തുടങ്ങി വെച്ചതിനെ ദൈവം നിന്റെ കൈകൊണ്ട് തന്നെ പൂർത്തി വരുത്തും. ഇന്ന് പലരുടെയും കണ്ണിൽ പലതും അപൂർണമായി കിടക്കുമ്പോൾ, നിന്നെക്കൊണ്ട് കഴിയുന്നില്ലെന്നും നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നും നിനക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്നും നിങ്ങളൊന്നും അത് നേടത്തില്ലെന്നൊക്കെ പറഞ്ഞ് പലതും നിങ്ങളെ അവർ മൂക്കി വിരൽ വെച്ച് ചിരിക്കുന്നു. പക്ഷേ ദൈവം പറയാണ്, എൻ്റെ അരുളപ്പാട്
യഹോവയുടെ അരുളപ്പാട് സെരുബ്ബാബേലിന്റെ അരികിൽ ഇറങ്ങിയിട്ട് പറയുകയാണ്, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നിന്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത് മനുഷ്യനാണോ? വിരോധിയായും ശത്രുവായും മനുഷ്യന്റെ വാക്കുകളാണോ? സത്താനാണോ? അവന്റെ പ്രവൃത്തികളാണോ? ദുഷ്ടന്റെ ആലോചനകളാണോ? മറഞ്ഞിരിക്കുന്ന കെണികളാണോ? യേശുവിന്റെ നാമത്തിൽ, അത് ദൃശ്യമണ്ഡലത്തിലാണെങ്കിലും അദൃശ്യമണ്ഡലത്തിലാണെങ്കിലും നിനക്ക് വിരോധമായിട്ടുള്ള ഒന്നും നിന്റെ അഭിഷേകത്തിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. അതിനെ തകർത്തുകൊണ്ട് നീ ചിലത് പണിയാൻ പോവുക. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. നിന്നിലൂടെ ആരംഭിച്ചത് ദൈവം നിന്റെ കൈ കൊണ്ട് തന്നെ പൂർത്തി വരുത്തും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചാലേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ ആരോടൊക്കെ പറയുക. ഇത് വളരെ ശക്തിയോടെ തന്നെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുക. ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. വചനം പറയുന്നു, നോക്കിയേ, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ. ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിക്ക് അവൻ്റെ ബുദ്ധി കൊണ്ട് ഭയങ്കര സംഭവമാകാൻ കഴിയുന്നു. കാരണം ബുദ്ധിജീവികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നതിൽ ആരോഗ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കും, നേടാൻ കഴിയുമെന്ന്. കാരണം ആരോഗ്യമുള്ളവരുടെ ജീവിതത്തിൽ ഇടുത്തി പോലെയാണ് ചില വാർത്തകൾ വന്ന് അവരുടെ ആരോഗ്യം കെട്ടുപോകുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കുരുടന് കഴിയും, ഒരു മുടന്തന് കഴിയും, ഒരു കൂനനും കൂനിക്കും കഴിയും. കാര്യം എന്താണെന്നറിയോ? അവന്റെ മേലൊക്കെയാണ് ദൈവത്തിന്റെ ശക്തി ആവസിക്കുന്നതും സ്വീകരിക്കാൻ കഴിയുന്നതും. പല ആരോഗ്യമുള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയാതിരുന്നപ്പോ കുരുടൻ സ്വീകരിച്ചു. പല ആരോഗ്യമുള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയാതിരുന്നപ്പോ കൂനി സ്വീകരിച്ചു. പല ബുദ്ധിജീവികൾക്കും പണ്ഡിതന്മാർക്കും കഴിയാതിരുന്നപ്പോ ബധിരനും ഊമനും സ്വീകരിച്ചു. അവരിലൂടെ ദൈവപ്രവൃത്തികൾ നടന്നു. ഹല്ലേലൂയ. പല വൈറ്റ് കോളർ ജോബ് ഉള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ മുക്കുവന്മാർ സ്വീകരിച്ചു. അവരിലൂടെ മരിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവ പ്രവൃത്തികൾ വെളിപ്പെട്ടതിന്റെ കാരണം സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളാണ്. ഓ മൈറ്റി ജീസസ്. നിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക. നിന്റെ ലൈഫിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക. നിന്റെ ഇച്ഛാമണ്ഡലങ്ങളിൽ, വികാരമണ്ഡലങ്ങളിൽ, നിന്റെ സ്പിരിറ്റിൽ, നിന്റെ സോളിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക. നിന്റെ ചേർച്ചിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക. നിന്റെ പേഴ്സണൽ ലൈഫിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക. എല്ലാ ബിറ്റർനെസ് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. റഖയ പ്രഭുസൻതല ബൗഷ്കാനയ. In the name of Jesus. ദൈവത്തിന്റെ ആത്മാവിന് കൂടെ നിൽക്കാൻ കഴിയാത്തതെല്ലാം എടുത്ത് പുറത്തു കളയുക. ദൈവത്തെ കൂടെ നിർത്തുക. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുക. ഹല്ലേലൂയ. എല്ലാ അത്യാർത്ഥിയും എടുത്ത് ദൂരെ കളയുക. ആർത്തി, ആരെ സഹായിക്കാത്ത അവസ്ഥകൾ, ഹെൽപ്പ് ചെയ്യാത്ത അവസ്ഥകൾ, മറ്റുള്ളവരുടെ വേദനകൾ ഒപ്പാത്ത അവസ്ഥകൾ. ഹല്ലേലൂയ. സ്വാർത്ഥകാര്യം, ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, ഞാൻ, ഞങ്ങൾക്ക് വേണ്ടി. ഹേയ്, ഒരു സെൽഫിഷ്നെസ് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഈ കെട്ട് പൊട്ടിയിരുന്നു. കാരണം അവരൊന്നും അവർക്കുള്ളതായിട്ട് കണ്ടില്ല. എല്ലാം അവർ പൊതുവകയായി എണ്ണി. അവരുടെ മനസ്സിന്റെ തലങ്ങളിൽ ഒരു വലിയ സ്വാതന്ത്ര്യം വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവരെല്ലാം വിറ്റ് അവരുടെ കൂട്ടായ്മകളിൽ കൊണ്ടുവന്ന് അവർ ഇല്ലാത്തവർക്ക് സഹായിക്കുകയും ഉള്ളവർ എല്ലാവരുടെയും കൂടെ ചേർന്ന് അത് ആസ്വദിച്ച് അവിടെ ഒരു ഭയങ്കര കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനുഭവത്തിൽ അവർ ജീവിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അണുകുടുംബങ്ങൾ പോലും സ്വാർത്ഥതയിൽ, സെൽഫിഷായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അതെല്ലാരും പറയുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ, പ്രത്യേകം എന്തിനാ ഈ പ്രത്യേകത? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പോരെ. നമ്മുടെ ഒരു ശൈലിയാണ്, ടോക്കിംഗ്
സ്റ്റൈലാണത്. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അപ്പൊ ഞാൻ വേറൊരാൾക്ക് പ്രത്യേകം അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് പറയുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ പോലും അറിയാതെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, നമ്മൾ പോലും അറിയാതെ ചില വാക്കുകളിലൂടെ ഉള്ള സ്വാധീനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ, പ്രത്യേകം. അപ്പൊ ഞാൻ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകതകളൊന്നുമില്ലാതെ സ്വാഭാവികമായി പ്രാർത്ഥിക്കുകയും ഇക്കൂട്ടർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയുമാണോ വേണ്ടത്? ആ വാക്കിനകത്തുള്ളൊരു സ്വാധീനവും അർത്ഥവും നോക്ക നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി തന്നു പ്രാർത്ഥിക്കണമേ എന്നാണോ? ഈ തെറ്റുകൾ പലപ്പോഴും എന്റെ ഉൾപ്പെടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഇതല്ലാത്തതോ ആയിട്ടുള്ള വാക്കുകളിലൂടെ. പക്ഷെ വചനം ഇതെല്ലാം നമ്മെ വെളിപ്പെടുത്തുമ്പോൾ ഈ അവകാശങ്ങളെയെല്ലാം കട്ട് ചെയ്ത്, അസ്വാർത്ഥതകൾ കട്ട് ചെയ്ത്, വേണ്ടാത്ത ചിന്തകൾ കട്ട് ചെയ്ത്, ദൈവാത്മാവിന് വേണ്ടാത്ത റൂട്ടുകൾ കട്ട് ചെയ്ത്, ശീലങ്ങൾ കട്ട് ചെയ്ത്, ഹല്ലേലൂയ, വചനമെന്ന കണ്ണാടിയിലേക്ക് നോക്കി തെളിച്ച് മിനുക്കി പരുവപ്പെടുത്തി എടുത്ത് ദൈവത്തിന് കൊള്ളാമെന്നുള്ള പാത്രങ്ങളായി മാറുകയാണ് വേണ്ടത്. സ്വാർത്ഥതകൾ വെടിയുക. മനസ്സലിവുണ്ടാകട്ടെ, കരുണ ഉണ്ടാകട്ടെ, സ്നേഹം ഉണ്ടാകട്ടെ. അഭിഷേകമൊക്കെ അവിടെ ഇരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, പ്രവർത്തിക്കണമെങ്കിൽ അപ്പോസ്തലന്മാരോട് കർത്താവ് എന്താവശ്യപ്പെട്ടെ? അല്ലെങ്കിൽ പത്രോസിനോട്, പത്രോസ് ആയപ്പോഴാണ് അപ്പോസ്തലനായത്. എന്താവശ്യപ്പെട്ടെ? വള്ളവും വലയും വിടണം. മോനെ, നീ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഉടക്കി നിൽക്കും. നീ ഇങ്ങനെ വിട്ടാലേ സാധനം വിട്ടു പോവുള്ളൂ. ധനത്തോടുള്ള അത്യാർത്തി, മറ്റെന്തൊക്കെയോ കാര്യങ്ങളോടുള്ള നിന്റെ അമിത താല്പര്യം, എന്തിന്, വസ്തുവിനോടാകട്ടെ, വാഹനത്തോടാകട്ടെ, പണത്തോടാകട്ടെ, ജോലിയോടാകട്ടെ, എന്തോ ആയിക്കോട്ടെ, അമിതമായിട്ടുള്ള എന്ന് വെച്ചാൽ ദൈവം തന്നിരിക്കുന്ന നിയന്ത്രണ രേഖയെ മറികടന്നുള്ള അമിതമായ താല്പര്യം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് സംസാരിച്ചപ്പോൾ, ഒരു വിശ്വാസിയല്ല, അല്ലാത്ത ഒരു വ്യക്തി, എൻ്റെ ഫ്രണ്ട് എന്നോട് സംസാരിച്ചപ്പോൾ പറയാ, ഏക്കർ കണക്കിന് വസ്തു, അയാൾക്ക് തന്നെ അറിയത്തില്ല അയാൾക്ക് എത്ര ഏക്കർ ഉണ്ടെന്ന് ഉള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മാമനാണ്, അദ്ദേഹത്തിന്റെ അങ്കിളാണ്. അദ്ദേഹം കുടുംബമായിട്ടൊരു കല്യാണത്തിന് എന്തോ പോയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പറമ്പും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പറമ്പും ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. അതിൽ വെച്ച് ഭാഗിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവരെന്തോ പോയിട്ട് കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത്, ദേണ്ടടാ, ഇവർ പോണതിന് മുന്നേ അടിച്ചിരുന്ന കുറ്റി മാറ്റി എത്രയോ സെന്റിമീറ്റർ ഇഞ്ച് നീക്കി കുറച്ചുകൂടെ മാറ്റി അങ്ങ് അടിച്ചേക്കാം. അപ്പൊ അദ്ദേഹം എന്നോട് പറയാ, ദീപു, അത് കാര്യം കുറച്ചൊന്ന് മാറ്റി അടിച്ചേക്കുന്ന, പക്ഷെ ആ സ്ഥലം നീണ്ടു കിടക്കുന്ന സ്ഥലം ടോട്ടൽ സെന്റ് അളന്നു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയുടെ വ്യത്യാസം അയാൾക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ 30 ലക്ഷം രൂപ അയാൾക്ക് കൂടുതലാകും. ആ കുറ്റി അദ്ദേഹം മാറ്റി അടിച്ചിരിക്കുന്ന കണക്ക് വെച്ച് അളന്ന് അവിടുത്തെ സെന്റിന്റെ വില കാൽക്കുലേറ്റ് ചെയ്ത് 30 ലക്ഷം രൂപയാണ് അല്പം ഒന്ന് നീക്കിയപ്പോൾ ഉണ്ടാകുന്ന മാറ്റം. നല്ലൊരു തുണി മേടിച്ചിടത്തില്ല, നല്ലൊരു ഭക്ഷണം കഴിക്കത്തില്ല. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒന്നുകിൽ പോകാതിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഗിഫ്റ്റ് മേടിക്കും. സ്വന്തം അമ്മയ്ക്ക് ആപ്പിൾ മേടിച്ചു കൊടുക്കുന്നത് 1/4 കിലോയാണ്. ആപ്പിളിനൊക്കെ ഇപ്പൊ എന്താ വില എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കേട്ടോ. ആപ്പിളിനൊക്കെ എന്താ വില? അതുകൊണ്ട് 1/4 കിലോ 1/2 കിലോ മേടിച്ചു കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ കുട്ടികളെ കാണാൻ വരുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ. എന്നാൽ ആള് കോടീശ്വരനാ. ചിലരങ്ങനെയുണ്ട്, ചില സംഭവങ്ങൾ അങ്ങനെയുണ്ട്. ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ലെന്ന് പറയും. ഇതൊക്കെ സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റാണ്. ഈ ഏക്കർ കണക്കിനുള്ള വസ്തു ഉണ്ടെങ്കിൽ ഈ മനുഷ്യനെ 6 അടി മണ്ണിനപ്പുറം കൊണ്ടുപോകാനൊക്കത്തില്ല. ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിക്കോട്ടെ, കോടിക്കണക്കിന് പണം ഉണ്ടായിക്കോട്ടെ, മോനെ, പരമാവധി നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു പെട്ടി വെച്ചോ. കാരണം ഇത്രയും പണമുള്ള സ്വർണം കൊണ്ടുള്ളൊരു പെട്ടി, ആ സ്വർണം കൊണ്ടുള്ളൊരു പെട്ടിക്ക് കോടികൾ ആവശ്യമില്ല. തടിപ്പെട്ടിയാണ് എല്ലാവർക്കും കിട്ടണേ.
അതിനപ്പുറമൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ സ്വർണം കൊണ്ടുള്ള ഇപ്പം ധനവാനാണെന്ന് വെച്ചാൽ ധനവാനായിട്ട് സ്വർണം കൊണ്ടുള്ള ആ സ്വർണം കൊണ്ടുള്ളൊരു പെട്ടിക്ക് കോടികൾ എന്തിനാ? അപ്പൊ കോടി ബാക്കി പോയി, മിച്ചം നീ അനുഭവിക്കുന്നില്ല. ഇനിയിപ്പോൾ ഏക്കർ കണക്കിന് സ്വത്തുള്ളൊരു വ്യക്തി വീണ്ടും അപ്പുറത്തെ സെന്റ് ഉള്ളവൻ്റെ എന്ന് പരണ്ടിക്കൊണ്ടിരിക്കുക. ഏക്കർ കണക്കിന് സ്വത്തുള്ളവൻ അപ്പുറത്ത് ഇച്ചിരി സെന്റ് ഉള്ളവൻ്റെ എന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുക. മോനെ 6 അടി മണ്ണിനപ്പുറം ആർക്കെങ്കിലും സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഹല്ലേലൂയ. 6 അടി മണ്ണും ജീർണിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വ്യക്തിക്കാം. ഹല്ലേലൂയ. നോർത്ത് നോക്കിയേ, ഈ ലോകത്തിലെല്ലാം നശ്വരം എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടെന്നല്ല കേട്ടോ. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കരുതെന്ന് പാസ്റ്റർ പറയുന്നില്ല, നമുക്ക് വേണ്ടി ഉണ്ടാക്കരുത് പാസ്റ്റർ പറയുന്നില്ല. നമ്മൾ ഉണ്ടാക്കണം, നമ്മൾ സമ്പാദിക്കണം, നമ്മൾ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരരുത്. നമുക്കൊക്കെ സമ്പത്തുണ്ടെങ്കിലൊക്കെ വിലയുള്ളൂ. കാലം അങ്ങനെ ആയിപ്പോയി. സമ്പത്ത് വേണം, ആരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാനുള്ള സമ്പത്ത് വേണം. അധ്വാനിക്കണം, സേവിങ്സ് ഉണ്ടാക്കണം, സേവിങ്സ് വേണം. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിടണ്ട, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരുണ്ടാക്കിക്കോളും. മടിയന്മാരും മടിച്ചുകളും ആക്കല്ലേ. സ്തോത്രം. മക്കൾക്ക് മെഡിസിൻ അഡ്മിഷൻ മേടിച്ചു കൊടുത്തില്ലെങ്കിലും സീറ്റ് മേടിച്ചു കൊടുത്തില്ലെങ്കിലും മക്കൾക്ക് യേശുവിനെ കൊടുക്കുക. യേശു ബാക്കിയുള്ള കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യും. മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അതിന് സമ്പത്ത് വേണം. നല്ല ഭക്ഷണം കൊടുക്കുക. പക്ഷേ ആർത്തി പാടില്ല, അഹങ്കാരം പാടില്ല, സ്വാർത്ഥത പാടില്ല. ഈ സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത്. എന്താണത്? സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അത് ആലയം പണിയാനാണെങ്കിലും ഭവനം പണിയാനാണെങ്കിലും നിന്നെ പണിയാനാണെങ്കിലും ഒക്കെ സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല. ഒരു മനുഷ്യന്റെ ശക്തിയോ ഒന്നും ഇതിനൊന്നും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക കുഞ്ഞെ, ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ വില കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാണ്. എനിക്കതേ ഉള്ളൂ, എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും എനിക്ക് സ്വന്തം എന്ന് പറയാൻ അതേ ഉള്ളൂ കേട്ടോ. ഈ ഭൂമിയിൽ ഞാൻ വേറെ ഒന്നും സ്വന്തമെന്ന് കരുതുന്നില്ല. ബാക്കിയെല്ലാം ദൈവം എനിക്ക് തന്നതാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. കാരണം എന്നെ അസാന്നിധ്യം മനസ്സിലാക്കുന്നത് പോലെ, എന്നെ ആ ദൈവം മനസ്സിലാക്കുന്നത് പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. മറ്റൊരു ബോധ്യം എന്നിലില്ല. ഇതിനപ്പുറമുള്ള മറ്റൊരു ബോധ്യം എന്നിലില്ല. ദൈവത്തിന് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. സെരുബ്ബാബേലിന് ആഗ്രഹമുണ്ട് പണിയണമെന്ന്, പക്ഷേ ഭീഷണികൾ മുമ്പിൽ നിൽക്കുന്നു, തടസ്സങ്ങൾ മുമ്പിൽ നീക്കുന്നു. അതുകൊണ്ട് ദൈവം പറയാം, അത് ഭീഷണിയോ തടസ്സമോ നീ നോക്കണ്ട. സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, എൻ്റെ ആത്മാവിനാൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവാത്മാവ് നിന്നോട് പറയുക, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചിലത് നടക്കാൻ പോവുക ജീവിതത്തിൽ. നിനക്ക് ആഗ്രഹമില്ലേ ചില കാര്യങ്ങൾക്ക് പൂർത്തി വരുത്തണമെന്ന്, ചില കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കണമെന്ന്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നിനക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം, നിനക്ക് തന്നെ ഒരു ചാരിതാർത്ഥ്യം വേണമെന്നൊരു ആഗ്രഹമില്ലേ? ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് നിന്നെ ബലപ്പെടുത്താൻ പോവുക. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. നല്ല ദൈവമേ കർത്താവേ, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതെന്നെ ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവരെ നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് വിരോധമായി നിൽക്കുന്നതല്ല, യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഇല്ല, ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഇവരെ മുന്നേറാൻ അനുവദിക്കാതെ തടയുന്നതല്ല, യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. എല്ലാ പൈശാചിക ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഇവരുടെ കൈ കൊണ്ട് ആരംഭിച്ചത് പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കരം കൊണ്ട് ആരംഭിച്ചത് പൂർത്തിയാക്കുവാൻ തക്കവണ്ണം അതിന് അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ശബ്ദങ്ങൾ ക്യാൻസൽ ആകട്ടെ, അതിന് വിടത്തില്ലെന്ന് പറയുന്ന ശബ്ദങ്ങൾ ക്യാൻസൽ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ആത്മീയ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്നത്, ഇവരുടെ ആത്മീയ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ജയിപ്പാൻ കൃപ നൽകണം, അനുഗ്രഹിക്കണം.
കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് തൊട്ടിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഈ മീറ്റിങ്ങിനെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ അഭിഷേകത്തോടെ വളരാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. വചനം കേൾക്കാനുള്ള അവസരമുണ്ട്. ദിവസം 2 നേരം ദൈവവചനം കേട്ട് ബലപ്പെടുക. അപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയെ നിങ്ങളൊന്ന് കൈത്താങ്ങുകയും സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവരോടൊന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര നന്മ കൊണ്ടുവരുമെന്നേ. അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ വളർത്തും. നിങ്ങളുടെ തലമുറകളെ ദൈവം ആദരിക്കും. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മകളായി മാറും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കും. നിങ്ങളോട് പ്രതികരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ വോയിസ് മെസ്സേജ് അയക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ഞങ്ങൾ ചെയ്യും. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ദൈവം നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. ഗോഡ് ബ്ലസ് യു.